എന്നാത്മാവങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ഒന്നാകണം എനിക്കൊന്നാകണം, പൂർണ്ണമായങ്ങിൽ ലയിച്ചിടണം. പൂർണ്ണമായി ഒന്നാകണം എനിക്കൊന്നാകണം, പൂർണ്ണമായങ്ങിൽ ലയിച്ചിടണം. ലയനം ലയനം സമ്പൂർണ്ണ ലയനം, ആത്മീയ ലയനം, ശാശ്വത ലയനം, സ്വർഗീയ ലയനം, ത്രിത്വൈക ലയനം. എന്നിൽ നീ നിന്നിൽ ഞാൻ അങ്ങനെ നാം. എന്നിൽ നീ നിന്നിൽ ഞാൻ അങ്ങനെ നാം. കൂരിരുട്ടാണ്, നീ നിന്നിൽ ഒരു ദർശനമില്ല, ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മണവാളൻ മണവാട്ടിയെ നിറഞ്ഞു സ്നേഹിക്കുന്നു. സ്നേഹം മാത്രം. ആ മണവാളൻ്റെ ഹൃദയത്തിൽ ചാരിക്കിടന്നുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന മണവാട്ടി. ഞാൻ നിൻ്റേതാണ്, അങ്ങയുടേത് മാത്രമാണ് ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് എന്നെ തരുന്നു. ദൈവം പൂർണ്ണമായി നമ്മളെ തന്നിട്ടുണ്ട്. പക്ഷെ അനുഭവം നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ പൂർണ്ണമായി നമ്മളെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തോളൂ. ഓ ഈശോയെ, ഞാൻ പണ്ടേ എന്നെ നിനക്ക് തന്നതാണ്. ഇതാ ഞാൻ വീണ്ടും പൂർണ്ണമായി അങ്ങയുമായിട്ട് ലയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാഹം എനിക്കറിയാം, അങ്ങെനിക്കായി ദാഹിക്കുന്നു. കിണറ്റിൻകരയിൽ ദാഹിച്ചു നിൽക്കുന്ന ഈശോയെ പോലെ നമ്മുടെ ആത്മാവാകുന്ന കിണറ്റിൻകരയിൽ നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ഈശോ, നമ്മളെ നിറയ്ക്കാൻ വേണ്ടി ദാഹിക്കുന്ന ഈശോ, ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ആ വിസ്മയാവഹമായ ജ്ഞാനവും വെളിവും വിശുദ്ധിയും തരാൻ ദാഹിക്കുന്ന ഈശോ. ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നീ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും ദാഹിക്കുകയില്ല എന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളത് കുടിച്ചിട്ടുള്ളവരാണ്. അത് നമ്മളിൽ നിത്യജീവൻ്റെ സ്രോതസ്സായി അനർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടേത്. ഓ ഈശോ, ഓ ഇരുട്ടാണ്, ഒന്നും ചിന്തിക്കുന്നില്ല, പല വിചാരങ്ങൾ വരാം, അതിനെ തിരസ്കരിക്കുക. ഇപ്പോൾ ഉണ്ടാവുന്ന പല വിചാരങ്ങളെ തിരസ്കരിക്കുക. എനിക്കതൊന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. എനിക്ക് അങ്ങയുടെ മാറിൽ തലചാച്ച് ആ സ്നേഹം മുഴുവനൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ ഹൃദയത്തിൽ ഒട്ടിച്ചേർന്ന്
ലയനം ലയനം സമ്പൂർണ്ണ ലയനം ആത്മീയ ലയനം ശാശ്വത ലയനം സ്വർഗീയ ലയനം ത്രിത്വൈക ലയനം എന്നിൽ നീ നിന്നിൽ ഞാൻ അങ്ങനെ നാം ലയനം ലയനം സമ്പൂർണ്ണ ലയനം ആത്മീയ ലയനം ശാശ്വത ലയനം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം പോലെയുള്ള ഒഴുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ലാത്ത മാതിരി ഒരു വലിയ സമാധാനം ഉണ്ടാകുന്നു. എല്ലാം ഈശോയ്ക്ക് അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോ സ്നേഹിക്കുന്നു. അതാണ് അൺകണ്ടീഷണൽ ലവ്. ദൈവത്തിൻ്റെ സ്നേഹം അനശ്വരമാണ്, അനന്തമാണ് എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എൻ അൺക്രിയേറ്റഡ് ലവ്. ദൈവം തന്നെയാണ് ആ സ്നേഹം. ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ്, ഒരു ദർശനമില്ല, ഈശോയുടെ ചിത്രം കാണുന്നില്ല. ഈശോ ആത്മാവാണ്. ഒരു ചിത്രവും ഇപ്പോൾ കാണാൻ ശ്രമിക്കരുത്. ചിത്രം മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഈശോ ആത്മാവാണ്. ഈശോ വ്യക്തിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ചിത്രമായിട്ടല്ല നമ്മളിലുള്ളത്. ഈശോ ആകുന്ന വ്യക്തി, ആ വ്യക്തി, ആ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ, ആ പ്രപഞ്ചം മുഴുവനെയും നവീകരിക്കുന്ന ആ ദിവ്യ തേജസ്, ആ മഹത്വത്തിൻ്റെ രാജാവ്, ആ മഹത്വത്തിൻ്റെ രാജാവ് ഇതുപോലെ വിനയാന്വിതനായി കഴുതപ്പുറത്ത് വന്നിരിക്കുന്നു. സിയോൻ പുത്രി നിന്റെ അടുക്കലേക്ക് വരുന്നു. ഓ, എന്തോരം എളിമയാണ്! മഹത്വത്തിൻ്റെ രാജാവാണ്. പക്ഷെ വരുന്നതോ ഈ പാപിയും ബലഹീനരായ നമ്മുടെ ഉള്ളിലേക്ക്. രാജാവിതാ നമ്മുടെ ആത്മാവിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഒന്നും ചോദിക്കണ്ട. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ തന്നെ നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് വേണ്ടതെന്ന്. അതാ പിതാവ് നമ്മുടെ ആത്മാവിലേക്ക് തരുന്നു. വിശ്വസിക്കുക. പിതാവേ, എന്നെ നീ എന്തിനാണ് വിളിച്ചത്? എന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ നീ ആണല്ലോ എന്നെ ഉരുവാക്കുന്നതും. എന്തോ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നീ എന്നെ ഉരുവാക്കിയത്. ആ ലക്ഷ്യം നീ നടപ്പാക്കും. അത് നടപ്പാക്കാനുള്ള ഒരേ ഒരു തടസ്സം എൻ്റെ മനുഷ്യബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ചില യുക്തി വിചാരങ്ങളാണ്, എൻ്റെ നിയോഗങ്ങളാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ പ്രാർത്ഥനകളാണ്. എന്നാൽ അതെല്ലാം വിട്ട് എൻ്റെ പ്രാർത്ഥന മാറ്റുന്നു. അങ്ങയുടെ ഹിതം എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് അഗ്രാഹ്യവും വിസ്മയനീയവുമാണ്. അതെനിക്ക് തരണേ, അതിനുവേണ്ടി ഞാൻ ദാഹിക്കുന്നു.
സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും സകല നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ വിസ്മയാവഹമായ കാരുണ്യം കൂരിരുട്ടാണ്, ഇരുണ്ട രാത്രി തന്നെ. എന്നാൽ ഈ ഇരുണ്ട രാത്രിയുടെ ആദ്യ രഹസ്യം ദൈവത്തിൻ്റെ ആ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് നമ്മളെത്ര വലിയ പാപിയാണെങ്കിലും ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ്. ഒരു വിശുദ്ധയായ ഒരാളെ സ്നേഹിക്കുന്നതോ ഒട്ടും വിശുദ്ധ അല്ലാത്ത ഒരാളെ സ്നേഹിക്കുന്നതോ ഏതാണ് കൂടുതൽ ശക്തി? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി വിശുദ്ധരല്ലാത്തവരെ സ്നേഹിച്ച് അവരെ വിശുദ്ധരാക്കുന്നതിലാണ്. നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്നത്. കരുണ എന്നത് പാപികളോടുള്ള സ്നേഹമാണ്. ഓ ദൈവമേ, നിന്നിൽ ഞാൻ വാവ യേശുനാഥയുടെ ഒരു സ്റ്റെപ്പ് പാടാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ഉള്ളിൻ്റെ ഉള്ളിൽ ലയനത്തിൽ ശാന്തിയിൽ നീന്തി നീന്തി എല്ലാം വിട്ടുകൊണ്ട് കാന്തിയിൽ മുങ്ങി മുങ്ങി നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ യേശുനാഥ. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ യേശുനാഥ. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിനക്കെന്താണ് വേണ്ടതെന്ന് നിന്റെ പിതാവിനറിയാം. അതെനിക്ക് തരണമേ ഈശോയെ. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിന്നോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും സാവധാനം പുറത്തു വരാൻ പോവുകയാണ് നമ്മൾ. ലയനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരിക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ലയന അവസ്ഥയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയും ചെയ്യും. വേണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ആത്മാവുമായി ലയിച്ചിരിക്കുന്നു. സാവധാനം കണ്ണ് തുറക്കാം.
ഇപ്പോൾ എൻ്റെ ഒരു പ്രധാന ആഗ്രഹം, നിങ്ങളിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പൂർണ്ണമായ അനുഭവം ഇപ്പോൾ കിട്ടണമെന്നില്ല. അതാണ് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളുടെ എല്ലാം. എന്നാൽ കുറച്ച് പേർക്ക് നല്ല ജ്വലിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അവരൊന്ന് വന്നൊന്ന് പങ്കുവെക്കുമ്പോൾ അതൊരു പ്രസരണം പോലെ മറ്റുള്ളവരിലേക്ക് ഒരു അനുഭവമായിട്ട് വരും. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുമ്പോൾ കുറേയും കൂടി പേർക്ക് നല്ലൊരു അനുഭവം തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി എളിമപ്പെടാമോ? ഒന്നിവിടം വരെ വരാമോ? ഇപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ലയനം സംഭവിച്ചപ്പോൾ എന്താണ് ഉണ്ടായതെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കണവർക്ക് അങ്ങനെയാണല്ലേ എന്ന് തോന്നും.